Hi everyone, I'm Anagha from Access Language School. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിച്ച് യു ക്യാൻ റിമെമ്പർ ഡ്യൂറിങ് യുവർ സ്പീക്കിംഗ്. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ IELTS സ്പീക്കിങ്ങിന് മാത്രമല്ല, നിങ്ങൾ ജനറലി ഒരു ഡേ ടു ഡേ കോൺവെർസേഷൻ ആരെങ്കിലുമായിട്ട് ഇംഗ്ലീഷിൽ നടത്തുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ദ വെരി ഫസ്റ്റ് തിങ് ഇസ് ഡു നോട്ട് തിങ്ക് ഇൻ എ വെരി കോംപ്ലിക്കേറ്റഡ് വേ. നമ്മളെല്ലാവരും വി ഓൾവേസ് ട്രൈ ടു മഡൽ ആർ തിങ്കിങ് വിത്ത് കോംപ്ലിക്കേറ്റഡ് തോട്ട്സ്. അപ്പോഴാണ് ശരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. വി റൺ ഷോർട്ട് ഓഫ് വേർഡ്സ്. സോ നെവർ ഡു ദാറ്റ്. സെക്കൻഡ് വൺ ഇസ് ട്രൈ ടു മേക്ക് യുവർ കോൺവെർസേഷൻ ആസ് ബ്രീഫ് ആസ് പോസിബിൾ. ബ്രീഫ് ആക്കുന്നതിൽ കൂടി യു വിൽ ബി ഏബിൾ ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ് മോർ പ്രോപ്പർലി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വെനെവർ യു ആർ ട്രൈങ് ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ് ഓൾവേസ് ട്രൈ ടു കണക്ട് ഇറ്റ് വിത്ത് ഇമേജസ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും വിഷ്വലി ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ടു ദ പോയിന്റ് പറയാൻ പറ്റും. ആൻഡ് അനദർ തിങ് ഈസ് യു ഷുഡ് ഓൾവേസ് ബി ഏബിൾ ടു ലിസൺ ആൻഡ് റിസീവ് മെസ്സേജസ് പ്രോപ്പർലി. ഒരു വ്യക്തിയെ നമ്മളൊരു ഗുഡ് ലിസ്ണർ എന്ന് എപ്പോഴാണ് വിളിക്കുന്നത്? ലിസ്ണിങ്ങിനെ നമ്മൾ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇയേഴ്സുമായിട്ടാണ്. പക്ഷേ എ ഗുഡ് ലിസ്ണർ ഷുഡ് ഓൾസോ ബി ഏബിൾ ടു വ്യൂ പ്രോപ്പർലി. ദാറ്റ് മീൻസ് ഒരു ഐ കോൺടാക്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ഈ ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്? ബിക്കോസ് യു ക്യാൻ മേക്ക് നോട്ടീസ് ഓഫ് സർട്ടൻ നോൺ വെർബൽ സിഗ്നൽസ് വിച്ച് ദ പേഴ്സൺ ഹു ഇസ് പ്രസൻറ്റ് ബിഫോർ യു ഇസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു. ഈ ചില നോൺ വെർബൽ സിഗ്നൽസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ദ വെരി ഫസ്റ്റ് വൺ, ഇഫ് എ പേഴ്സൺ ഇസ് ടാപ്പിംഗ് ഹിസ് ഓർ ഹെർ ഫീറ്റ് കണ്ടിന്യൂസ്ലി, വാട്ട് ഡസ് ദാറ്റ് മീൻ? ഒരാൾ അയാളുടെ ഫീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പ് ചെയ്യുകയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ ദാറ്റ് പേഴ്സൺ ഓർ ദാറ്റ് പേഴ്സൺ ഇസ് വെരി റെസ്റ്റ്ലെസ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് തിങ് ഇസ് ഇഫ് ദേ ആർ റബ്ബിങ് ദെയർ ഫിംഗേഴ്സ് ടുഗെദർ, ഫോർ ഫിംഗറും തമ്പും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് അവർ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദേ ആർ ട്രൈങ് ടു ഹോൾഡ് സംതിങ് ബാക്ക്. നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. Third one is if they are rubbing one of their eyes when they are conversing with you, what does that indicate? They might not be interested in what you are trying to communicate. അല്ലെങ്കിൽ അവർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പലതരത്തിലുള്ള നോൺ വെർബൽ സിഗ്നൽസിൽ കൂടിയും നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. So try to keep all these points in your mind next time when you speak with a person or next time when you try to communicate with a person. So I hope it was useful and informative. Thank you.